ഉണ്ടായിരുന്നത്. അതിലെ ഇസ്മുകൾ അതുപോലെ തന്നെ ഫിഅലുകൾ അതൊക്കെ എപ്പോഴാണ് മബ്നി ആവുക, എപ്പോഴാണ് മുഅറബ് ആവുക എന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ഇന്നലെ നമ്മൾ പൂർത്തീകരിച്ചത്. ഇന്ന് ഇൻഷാ അല്ലാഹ് ഹർഫുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ്. ഹർഫുകളെ കുറിച്ച് പറയുമ്പോൾ വോയിസ് ക്ലിയർ ആണല്ലോ അല്ലേ? ഹലോ, വോയിസ് ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ. ഹർഫുകളെ കുറിച്ച് പറയുമ്പോൾ കുല്ലു ഹർഫിൻ മബ്നിയുൻ, എല്ലാ ഹർഫുകളും മബ്നിയാണ്. ഒറ്റ ഹർഫ് പോലും മുഅറബായ ഹർഫുകളില്ല. എല്ലാ ഹർഫുകളും മബ്നിയാണ്. വകുല്ലു ഹർഫിൻ മുസ്തഹിഖുൻ ലിൽ ബിനാ വൽ അസ്ലു ഫിൽ മബ്നി അൻ യുസക്കന എന്നാണ് അൽഫിയയിലുള്ള ബൈത്ത്. എല്ലാ ഹർഫുകളും മബ്നിയാണ്. മബ്നിയാകുമ്പോൾ ബിനാഇൻ്റെ അസ്ലാണെങ്കിൽ സുക്കൂനിൻ്റെ മേൽ മബ്നിയാവലാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എല്ലാ ഹർഫും മബ്നിയാണ്. മബ്നിയാവുമ്പോൾ അതിൻ്റെ അസ്ൽ എന്താണ്? സുക്കൂന് കൊണ്ട് മബ്നിയാവലാണ്. അപ്പോൾ പിന്നെ എല്ലാ ഹർഫുകളും സുക്കൂനിൻ്റെ മേൽ മബ്നിയായിരിക്കും. ചില ഘട്ടങ്ങളിൽ ചില ഹർഫുകൾ ഒഴികെ കേട്ടോ. മൊത്തത്തിൽ അസ്ലിൽ പറയുകയാണെങ്കിൽ സുക്കൂനിൻ്റെ മേലാണ് മബ്നി. ഇപ്പോൾ ലൻ, ലാ, ലം ഇങ്ങനെ തുടങ്ങിയ നഫീൻ്റെ ഹർഫുകൾ, മിൻ, ഫി, അല അങ്ങനെ ഒരുപാട് ഹർഫുകൾ നമുക്ക് സുക്കൂനിന് മേൽ മബ്നി ആയതായി കാണാൻ പറ്റും. എന്നാൽ ചില ഹർഫുകൾ സുക്കൂനിന് മേൽ മബ്നി അല്ല. അതിന് പല കാരണങ്ങളും ഉണ്ടാകും. ഏതായിട്ട് ബഅദുൽ ഹുറൂഫി മബ്നിയിൻ അല സുക്കൂനി വഹുവൽ അസ്ലു ഫിൽ ബിനാ, ചില ഹർഫുകൾ സുക്കൂനിന് മേൽ മബ്നിയാണ്. ആ സുക്കൂനിന് മേൽ മബ്നി ആവുക എന്നുള്ളതാണ് ബിനായിൽ അസ്ലിയായ ഒരു നിയമം. ലന്ന്, ലാ, ലമ്മക്ക് ഉദാഹരണമാണ്. അതേസമയം ബഅദുഹ മബ്നിയുൻ അലൽ ഫത്ഹി, ചില പദങ്ങൾ ഫതഹിൻ്റെ മേൽ മബ്നിയായിരിക്കും. ചില ഹർഫുകൾ ഫതഹിൻ്റെ മേൽ മബ്നിയായിരിക്കും. ഇപ്പോൾ സൗഫ, അതുപോലെ തന്നെ സയഫ് അലു എന്ന് പറയുമ്പോൾ സീന്, സ എന്നുള്ള ഫീല് ഹർഫ്, ഇങ്ങനെ ചില ഫീലുകളൊക്കെ ഫതഹിൻ്റെ മേൽ മബ്നിയായിരിക്കും. ഇപ്പോൾ ലയഫ് അലന്ന എന്ന് പറയുമ്പോൾ ആ ലാമ്, വല്ലാഹി എന്ന് പറയുമ്പോൾ വാവ്, ഇതൊക്കെ ഫതഹിൻ്റെ മേൽ മബ്നിയാണ്. അതേപോലെ തന്നെ ബഅദുഹ മബ്നിയുൻ അലൽ കസ്രി, ചില ഹർഫുകൾ കസ്റിൻ്റെ മേൽ മബ്നിയായിരിക്കും. അതിന് ഉദാഹരണമാണ് ജൈരി എന്ന ഹർഫ്. നഅം എന്നൊക്കെ അർത്ഥം വരുന്ന ഒരു ഹർഫ്, ജവാബിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഹർഫാണ് ജൈരി എന്ന് പറഞ്ഞാൽ, അതെ എന്നൊക്കെ അർത്ഥം. അങ്ങനെ വരുന്നൊരു ഹർഫാണ് ജൈരി. ഏതാണ്? കസ്റിൻ്റെ മേൽ മബ്നിയാണ്. അതുപോലെ തന്നെ ബഅദുഹ മബ്നിയുൻ അലൽ ലമ്മി, ചില ഹർഫുകൾ ലമ്മിൻ്റെ മേൽ മബ്നിയായിരിക്കും. അതിന് ഉദാഹരണമാണ് മുന്തു എന്ന ഹർഫ്. ജറിൻ്റെ ഹർഫുകളൊക്കെ പഠിച്ചപ്പോൾ മുദ്, മുന്തു എന്നൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. ഈ മുന്തു എന്നുള്ളത് ലമ്മിൻ്റെ മേലാണ് മബ്നി. ഇങ്ങനെ മബ്നി, എല്ലാ ഹർഫുകളും മബ്നിയാണ്. മബ്നി അസ്ൽ സുക്കൂനാണ്. പക്ഷേ എല്ലാ ഹർഫുകളും സുക്കൂനിൻ്റെ മേൽ മബ്നി അല്ല, മറിച്ച് ചില ഹർഫുകൾ സുക്കൂനിൻ്റെ മബ്നി, ചിലത് ഫതഹിൻ്റെ മേൽ, ലമ്മിൻ്റെ മേൽ, കസ്റിൻ്റെ മേൽ, അങ്ങനെ 4 രൂപത്തിലുണ്ട്. ഹർഫുമായി ബന്ധപ്പെട്ട് ഇറാബ് ബിനാവുമായി ബന്ധപ്പെട്ട് അത്രേ നമുക്ക് പറയാനുള്ളൂ. കുറഞ്ഞ ചർച്ച. ഹദ്ദിദിൽ ബാ ഫി കഫാ ബില്ലാഹി വലിയ ഒരു ചോദ്യമാണ്. NTA നെറ്റ് എക്സാമിന് ചോദിച്ച ചോദ്യം. കഫാ ബില്ലാഹി വലിയ എന്ന ആയത്തിൽ, എന്ന ഒരു വാക്യത്തിൽ ഈ ബാ എന്നത് എന്താണ്? അസ്ലിയായ ബാ, ഖസമിയായ ബാ, സായിദ, ജാറത്ത്, ഇങ്ങനെ വ്യത്യസ്ത ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഏതാണ് അതിൽ ശരിയായ ഓപ്ഷന്? നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ബി എന്ന ഓപ്ഷൻ പറയട്ടെ. ബി എന്ന ഖസമിയായ ബ ആണ് എന്നാണ് പറയുന്നത് അല്ലേ? വേറെ ഏതെങ്കിലും ഓപ്ഷൻ തോന്നുന്നുണ്ടോ? കഫാ ബില്ലാഹി വലിയ എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? കഫാ ബില്ലാഹി, അള്ളാഹു മതിയായവനാണ്. വലിയൻ, സഹായിയായി അള്ളാഹു മാത്രം മതി എന്നാണ് അതിൻ്റെ അർത്ഥം. സഹായിയായി അള്ളാഹു മതിയായവനാണ് അർത്ഥം പറഞ്ഞു. ഇനിയിപ്പോൾ ഇതിന് കസമിൻ്റെ അർത്ഥം അതിലില്ലല്ലോ. ഓപ്ഷൻ മാറ്റാനുണ്ടോ?
കഫാ ബില്ലാഹി വലിയ എന്ന് പറയുമ്പോൾ ആ ബാ സായിദയായ ബാ ആണ്. അതായത് കഫ എന്നതിൻ്റെ ഫായിലാണ് അള്ളാഹു എന്നുള്ളത്. അള്ളാഹു മതിയായവനാകുന്നു. കഫല്ലാഹു, അള്ളാഹു മതിയായവനാകുന്നു. ഇങ്ങനെ ഫായിലായ ഈ അള്ളാഹു എന്നതിന് മേൽ ഒരു തഅക്കീദിന് വേണ്ടിയൊക്കെ സായിദിയായിട്ട് ഇങ്ങനെ ജറിൻ്റെ ഹർഫ് പ്രവേശിക്കാറുണ്ട്. അങ്ങനെയുള്ളൊരു ഹർഫാണ് ഈ ഹർഫ്. അപ്പോൾ അത് സായിദിയായിട്ട് വന്ന ഒരു ഹർഫാണ്. കഫ എന്നതിൻ്റെ ഫായിലാണ് അള്ളാഹു. ഇങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ ഇപ്പോൾ മഹല്ലിയായ ഇഅ്റാബും ലഫ്ളിയായ ഇഅ്റാബും സംഗമിക്കുന്ന അല്പം ചില സ്ഥലങ്ങളിൽ പെട്ട ഒരു സന്ദർഭമാണിത്. ഫായിലിൽ ബാ പ്രവേശിക്കുന്നു. അതുപോലെ മുബ്തദയിൽ അങ്ങനെ പ്രവേശിക്കാറുണ്ട്. ഇങ്ങനെയൊക്കെ പ്രവേശിക്കുമ്പോൾ അവിടെ മുബ്തദ ആണ് അല്ലെങ്കിൽ ഫായിലാണ് എന്ന നിലക്ക് അതിന് റഫ്ഉ ഉണ്ടാവും. അതേസമയം ഈ സായിദിയായ ബാ ഇവിടെ വന്നു എന്നുള്ളത് കൊണ്ട് ലഫ്ളിൽ അതിന് ജറ് എന്ന ഇറാബ് ഉണ്ടാവും. അപ്പോൾ ലഫ്ളിൽ ജറും മഹല്ലിൽ റഫ്ഉം ഇങ്ങനെ രണ്ട് ഇറാബുകൾ ഒരുമിച്ച് കൂടുന്ന ചില സന്ദർഭങ്ങളിൽ പെട്ടൊരു സന്ദർഭമാണിത്. കഫാ ബില്ലാഹി വലിയ. ഇവിടുത്തെ ബാ അസ്ലിയായ ഇവിടുത്തെ ബാ സായിദിയായ ബാ ആണ്. ഖസമിയായ ബാ എന്ന് പറയുമ്പോൾ സത്യം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബാ ആണ്. അപ്പോൾ ബില്ലാഹി അള്ളാഹിനെ തന്നെയാണ് സത്യം എന്നൊക്കെ പറയുമ്പോഴാണ് അങ്ങനെ ഉപയോഗിക്കുക. ഇവിടെ ഇപ്പോൾ ആ അർത്ഥത്തിനല്ല ഉള്ളത്. മാത്രമല്ല അങ്ങനെയൊക്കെ അർത്ഥം വെക്കുകയാണെങ്കിൽ പിന്നെ കഫ എന്നതിന് എന്ന ഫീലിനൊരു ഫായിൽ വേണമല്ലോ. ആ ഫായിൽ പിന്നെ ഇവിടെ വലിയൻ എന്നുള്ളത് നസ്ബായതുകൊണ്ട് ഇത് ഫായിലാകാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഫായിലില്ലാത്തൊരു ഫീല് അങ്ങനെയൊക്കെ വേണ്ടി വരും. ഇതൊക്കെ ഇടങ്ങേറാണ്. പിന്നെ നാലാമത്തെ ഓപ്ഷൻ അൽ ബാ ഉൽ ജാറത്ത് എന്ന ഓപ്ഷന് അതിപ്പോൾ ശരി തന്നെയാണ്. ജെറ് ചെയ്യുന്ന അക്ഷരം തന്നെയാണ്. അതിൻ്റെ എല്ലാ ബാവും അങ്ങനെ തന്നെയാണ്. പ്രത്യേകമായിട്ട് ഒരു ബായിൻ്റെ പ്രത്യേകത എന്ന് പറയാനില്ല. ഏത് ബാ ആയാലും അത് ജെറ് ചെയ്യുന്ന ബാവിനായിരിക്കും. അപ്പോൾ അത് ഓപ്ഷനായിട്ട് തിരഞ്ഞെടുക്കാൻ മാത്രമൊന്നുമില്ല. പ്രത്യേകമായിട്ട് ഇവിടെ വരുന്നത് സായിദിയായ ബാ എന്നുള്ളതാണ്. ഇനി നെറ്റ് എക്സാമിന് ചോദിച്ച മറ്റൊരു ചോദ്യമാണ് ഹദ്ദ് ഹർഫ ഔ ഫി ഹാദൽ മിസാലി. ഈ ഉദാഹരണത്തിൽ ഔ എന്ന ഹർഫ് ഏത് ഔ ആണ്? ഔ അതിപ്പോൾ പല ഹർഫുകളും പല അർത്ഥങ്ങൾക്ക് വേണ്ടി വരാറുണ്ട്. എന്നപോലെ ഇവിടുത്തെ ഔ എന്നുള്ളത് ഇസ്തമിഴ് നുസ്ഹത്ത് തൊബീബി ഔ യത്തിമ്മ ഷിഫാഉക്ക്. ഇസ്തമിഴ് നുസ്ഹത്ത് തൊബീബി ഔ യത്തിമ്മ ഷിഫാഉക്ക്. ഇവിടെ ഔ എന്നുള്ളത് ഏതാണെന്നാണ് ചോദ്യം. ഇസ്തമിഴ് നീ ശ്രദ്ധിച്ച് കേൾക്കണം, നീ അനുസരിക്കണം. നുസ്ഹത്ത് തൊബീബ് തൊബീബിൻ്റെ ഡോക്ടറുടെ ഉപദേശങ്ങൾ നീ ശ്രദ്ധിക്കണം, അതനുസരിക്കണം. ഔ യത്തിമ്മ ഷിഫാഉക്ക നിൻ്റെ ഷിഫാ പൂർത്തിയാകുന്നത് വരെ, നിൻ്റെ രോഗശമനം പൂർത്തിയാകുന്നത് വരെ എന്നാണ് ഇവിടുത്തെ ഔ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെൻറ്റൻസിൻ്റെ അർത്ഥം പറഞ്ഞു. ഇനി സിമ്പിളായിട്ട് അതിൻ്റെ ആൻസർ പറയാം. ആത്തിഫത്ത് എന്ന ഓപ്ഷൻ ഇവിടെ സെലക്ട് ചെയ്തവരുണ്ട്. ആത്തിഫത്ത് ആകുമ്പോൾ അത്തിഫിന് വേണ്ടി ഉപയോഗിക്കുകയാണല്ലോ. എങ്ങനെ അർത്ഥം വരിക? അപ്പോൾ ഇസ്തമിഉ നുസ്ഹത്ത് തൊബീബ് നീ ഡോക്ടറുടെ ഉപദേശം സ്വീകരിച്ചോ, അതനുസരിച്ചോ. ഔ യത്തിമ്മ ഷിഫാവുക്ക് അല്ലെങ്കിൽ നിൻ്റെ രോഗം ഷിഫയാവട്ടെയാണോ? ഒരു അത്തിഫത്താകുമ്പോൾ അത്തിഫിൻ്റെ അർത്ഥം കിട്ടുന്നില്ല. ഇവിടെ ശരിയായ ഓപ്ഷൻ സി ആണ്. ഇവിടുത്തെ ഔ എന്നുള്ളത് ബി മഅന ഇല എന്ന അർത്ഥത്തിനാണ് ഇവിടുത്തെ ഔ ഉള്ളത്. അർത്ഥം വെച്ചല്ലോ, ഡോക്ടറുടെ ഉപദേശം നീ സ്വീകരിച്ചോ. ഇലാ അയ്യത്തിമ്മ ഷിഫാവുക്ക് കേട്ടോ. ഇലാ അയ്യത്തിമ്മ ഷിഫാവുക്ക് നിൻ്റെ രോഗം പൂർത്തിയാകുന്നത് വരെ. ഇങ്ങനെ ഔ എന്നുള്ളത് ഇലാ അൻ എന്നർത്ഥത്തിന്, അതുപോലെ തന്നെ ഇല്ല അൻ എന്നർത്ഥത്തിനൊക്കെ ഔ വരാറുണ്ട്. അപ്പോൾ അതിൽപ്പെട്ട ഇല എന്ന അർത്ഥത്തിന് വന്ന ഔ ആണിത്. ഈ ഇല എന്ന അർത്ഥത്തിന് ഔ വരുന്ന സമയത്ത് അതിന് ശേഷമുള്ള മുളാരിയായ ഫീലിന് അത് നസ്ബായിരിക്കും ഉണ്ടാവുക. മുളാരിയായ ഫീല് മൻസൂബായിരിക്കും. അതെ അതെ. അതവിടെ പറഞ്ഞു അല്ലത്തി തൂജിബുൻ നസ്ബ, അത് നസ്ബിനെ നിർബന്ധമാക്കും. ബി അനിൽ മുളുമറത്തി, മുളുമറത്തായ അന്നുകൊണ്ട് നസ്ബിനെ നിർബന്ധമാക്കുന്ന ഇല എന്ന അർത്ഥത്തിനുള്ള ഔ ആകുന്നു ഈ ഔ. പറഞ്ഞതുപോലെ മുളുമറായ അന്നുകൊണ്ട് മറിഞ്ഞ് നസ്ബ് ചെയ്യാൻ നിർബന്ധമായ ഒരു സന്ദർഭമാണിത്.
ഇനി അടുത്ത ചോദ്യം, ഇത് നേരത്തെ വന്ന ഒരു വാക്കാണ്, ചോദ്യമാണ്, എന്നാലും ചോദിക്കാം. അക്മിൽ പൂർത്തിയാക്കാനാണ്. ഖറുബ തിഫ്ലു ഡാഷ് അൽ ഖിത്തു. ഇവിടെ പൂർത്തിയാക്കേണ്ടത് ഏത് ഹർഫ് ഉപയോഗിച്ചുകൊണ്ടാണ്? ഖറുബ തിഫ്ലു കുട്ടി അടുത്തു, അൽ ഖിത്തന പൂച്ച എന്നാണ്. കുട്ടി പൂച്ചയോട് അടുത്തു എന്നാണ് അർത്ഥം വരേണ്ടത്. അതിന് വേണ്ടി ഇവിടെ ഉപയോഗിക്കേണ്ട അക്ഷരം അതെ മിന്ന് എന്ന ഹർഫാണ് ശരിയാക്കുന്നത്. കാരണം നമ്മൾ തഅദിയത്ത് ലാസിമ് മുത്തഅദ്ദി എന്ന ലാസിമിനെയും മുത്തഅദ്ദിയെയും കുറിച്ച് പറഞ്ഞപ്പോൾ ചില ഫീലുകൾ മുത്തഅദ്ദിയാകാൻ വേണ്ടി ജറിൻ്റെ ഹർഫുകൾ കൊണ്ടാണ് മുത്തഅദ്ദിയാവുക. ചില ഹർഫുകൾ ചില ഹർഫുകളെ കൊണ്ടാണ് വിട്ട് കിടക്കാന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ ഹസല എന്നുള്ളത് അല എന്ന ഹർഫ് ജറ് കൊണ്ടാണ് വിട്ട് കിടക്കാറ്. ഹസൽത്തു അലൽ ജായിസ, എനിക്കൊരു സമ്മാനം ലഭിച്ചു. എന്നപോലെ ഖറുബ എന്നുള്ളത് മിൻ എന്ന ജറിൻ്റെ ഹർഫ് കൊണ്ടാണ് വിട്ട് കിടക്കാറ്. അപ്പോൾ ഖറുബ തിഫ്ലു മിനൽ ഖിത്ത് ഇങ്ങനെയാണ് അവിടെ ഉപയോഗിക്കുക. മിന്നാണ് അവിടെ വേണ്ടത്. അടുത്ത ചോദ്യം സിലത്തു ഹസല. ഹസല എന്നതിൻ്റെ സില, ഹസല എന്നതിന് മുത്തഅദ്ദിയാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ജറിലെ ഹർഫ് ഏതാണ്? നമ്മൾ പറഞ്ഞു പോയി അല്ലേ, അല എന്നുള്ള ആ ഹർഫാണ്. ഓക്കെ, എനിക്കൊരു സമ്മാനം ലഭിച്ചു എന്നുള്ളതിന് ഹസൽത്തു അലൽ ജായിസ എന്നാണ് പറയുക. ഇനി അടുത്ത ചോദ്യം അഫൗന ഡാഷ് അൽ മുസീ. അഫൗന, അഫ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മാപ്പ് നൽകി, അഫു നൽകി. അഫൗന ഞങ്ങൾ മാപ്പ് നൽകി, ഡാഷ് അൽ മുസീ തെറ്റ് ചെയ്ത ആൾക്ക് മാപ്പ് ചെയ്തു. അവിടെ ഏത് ജറിൻ്റെ ഹർഫാണ് അവിടെ വേണ്ടത്? ഓക്കെ, അൻ എന്ന് പറയുന്ന അക്ഷരം ഹർഫാണ് അവിടെ വേണ്ടത്. നമ്മൾ റമദാൻ മാസത്തിലൊക്കെ പ്രത്യേകം ദുആ ചെയ്യാറുണ്ട്. അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ. അവിടെ ഫഅഫു ഞങ്ങൾ മാപ്പ് തരണേ, അന്ന ഞങ്ങളെ തൊട്ട് നീ മാപ്പ് നൽകണമേ, ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണമേ. അൻ എന്ന ഹർഫാണ് അവിടെ ഉപയോഗിക്കാറ്. അപ്പോൾ അഫുവ് എന്നുള്ളത് അൻ എന്ന ചെറിയ ഹർഫ് കൊണ്ടാണ് വിട്ടെടുക്കാറുള്ളത്. വഅഫു അന്ന വർഹംന എന്നൊക്കെ ദുആ ചെയ്യാറുണ്ടല്ലോ. പിന്നെ അടുത്ത ചോദ്യം സ അർജിഉ മിനൽ കുല്ലിയത്തി ഡാഷ് അൽ ബൈത്തി ബഅദ സഅത്തിൻ വാഹിദ. സ അർജിഉ ഞാൻ മടങ്ങും, മിനൽ കുല്ലിയത്തി കോളേജിൽ നിന്ന്, ഡാഷ് അൽ ബൈത്ത് വീട്ടിലേക്ക് മടങ്ങുന്നതായിരിക്കും, ബഅദ സഅത്തിൻ വാഹിദ ഒരു മണിക്കൂറിന് ശേഷം. ഇവിടെ ഏത് ഹർഫാണ് ഉപയോഗിക്കേണ്ടത്? അത് ഓപ്ഷൻ സി ഇല എന്ന ഓപ്ഷനാണ്. വീട്ടിലേക്ക് എന്നർത്ഥം വരാൻ വേണ്ടി ഇല എന്ന അർത്ഥമാണല്ലോ എന്ന ഹർഫാണ് ഉപയോഗിക്കാറ്. ഓക്കെ ഓക്കെ അപ്പോൾ ഹർഫുമായി ബന്ധപ്പെട്ട കുറഞ്ഞ കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്, അത് പറഞ്ഞു. ഇനി നമുക്ക് അൻവാഉൽ ഇഅ്റാബ്, ഇഅ്റാബിൻ്റെ നൗഉകളെ കുറിച്ച് പറയാം. നമ്മൾ ഈ ഇഅ്റാബ് ബിനായിൻ്റെ ക്ലാസ് തുടങ്ങിയ സമയത്ത് തന്നെ പറഞ്ഞിരുന്നു. അസ്ലിയായ ഇഅ്റാബുകൾ 4 എണ്ണമുണ്ട്. ദമ്മത്ത് കൊണ്ട് റഫ്അ്, ഫത്ഹത്ത് കൊണ്ട് നസ്ബ്, കസ്റത്ത് കൊണ്ട് ജർറ്, സുക്കൂൻ കൊണ്ട് ജസ്മ്. ഏതായാലും ഇഅ്റാബുകൾ മൊത്തത്തിൽ 4 ഇഅ്റാബുകളാണുള്ളത്. അൻവാഉൽ ഇഅ്റാബി അർബഅത്തുൻ, റഫ്അ്, നസ്ബ്, ജർറ്, ജസ്മ്, ഇങ്ങനെ 4 ഇഅ്റാബുകളാണ് ഉള്ളത്. ഇതിൽ ജർറ് ഖാസും ബിൽ ഇസ്മ്, അൽ ജർറു ഖാസുൻ ജർറ് പ്രത്യേകമാണ്, ബിൽ ഇസ്മി ഇസ്മിനോട് പ്രത്യേകമായതാണ്. അതായത് ലാ യദ്ഖുലുൽ ഫിഅല, ലാ യദ്ഖുലു ജർറ് പ്രവേശിക്കുകയില്ല, അൽ ഫിഅല ഫിഇലിൽ ഒരിക്കലും പ്രവേശിക്കുകയില്ല. മറിച്ച് ജർറ് ഇസ്മിൽ മാത്രം ഉണ്ടാകുന്ന ഒരു ഇഅ്റാബാണ്. എന്നതുപോലെ ഫിഅലിൽ മാത്രമായി വരുന്ന ഒരു ഇഅ്റാബുണ്ട്, അതാണ് ജസ്മ്. ജസ്മ് എന്നുള്ളത് ഖാസുൻ ബിൽ ഫിഅലിൽ മുദാരിഇ, മുദാരി ആയ ഫിഅലിനോട് മാത്രം ചേരുന്ന ഒരു ഇഅ്റാബാണ് ജസ്മ് എന്ന് പറയുന്നത്.
ഓക്കെ. അപ്പോൾ ഇസ്മിൽ മാത്രമാണ് ജർ ഉണ്ടാവുക, എന്നതുപോലെ മുലാരി ആയ ഫേലിൽ മാത്രമാണ് ജസ്മ് ഉണ്ടാവുക. ഇനി ആ ഒരു ചോദ്യം, മാലിയിൽ മാത്രം ഉണ്ടാകുന്ന ഇറാബ് ഏതാണ്? എന്തിൽ പറഞ്ഞോ? നെസ്ബ് അല്ലേ? ആയിക്കോട്ടെ. എന്നാൽ അമ്ര ഹാലിറിൽ മാത്രം ഉണ്ടാകുന്ന ഇറാബോ? അമ്രിൽ മാത്രം ഉണ്ടാകുന്ന ഇറാബ്? എന്നാൽ രണ്ടും തെറ്റാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അമ്രും മാലിയും ഫുള്ള് മബിനിയാണെന്ന് പറഞ്ഞു. അതിൽ ഇറാബ് ഉണ്ടാവുകയേ ഇല്ല. ഞാൻ വെറുതെ ചോദിച്ചതാണ് മാലിയിൽ മാത്രം ഉണ്ടാകുന്ന ഇറാബ് എന്നൊക്കെ വെറുതെ ചോദിച്ചതാണ്. മാലിയിൽ ഇറാബ് ഉണ്ടാവില്ല, അതുപോലെ തന്നെ അമ്രിലും ഇറാബ് ഉണ്ടാവുകയില്ല. ഇന്നലത്തെ ക്ലാസ് നമുക്ക് അതിനെക്കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നത്. അത് രണ്ടും മബിനിയാണ്. മാലി മബിനിയാണ്, അതുപോലെ തന്നെ അമ്രു ഹാദിറും മബിനിയാണ്. അത് മബിനിയാകുമ്പോൾ 3 രൂപങ്ങളിലാണ് മബിനിയാവുക. അങ്ങനെ അതിൻ്റെ 3 രൂപങ്ങളൊക്കെ വിശദീകരിച്ചിരുന്നു. ഏതായാലും ഇറാബ് അതിലൊരിക്കലും ഉണ്ടാവില്ല. ഓക്കെ അല്ലേ? ഇനി അലാമത്തു റഫ്ഇൻ്റെ അലാമത്ത് ഏതൊക്കെയാണെന്ന് പറയണേ. റഫ്ഇൻ്റെ അലാമത്ത്, അസ്ലിയായ അലാമത്ത് ലമ്മത്താണ്. ലമ്മത്ത് കൊണ്ടാണ് സാധാരണ എന്താണ് റഫ് ഉണ്ടാവുക. അതുപോലെ നെസ്ബ് ഫത്തഹത്ത് കൊണ്ടാണ് ഉണ്ടാവുക, ജറ് കസ്റത്ത് കൊണ്ടാണ് ഉണ്ടാവുക, ജസ്മ് സുക്കൂന് കൊണ്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഈ 4 ഹർക്കത്തുകളാണ്. 4 ഹർക്കത്തല്ല, 3 ഹർക്കത്തും പിന്നെ സുക്കൂന് ഹർക്കത്തല്ല, ഒരു ഹർക്കത്തും ഇല്ലാത്ത അവസ്ഥക്കാണ് സുക്കൂൻ എന്ന് പറയാം. അപ്പോൾ ഏതായാലും ഇവയാണ് ഇറാബിൻ്റെ അലാമത്തുകൾ എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം നോക്കൂ. നഹ്വു അഅജബനി ലർബു സൈദിൻ അമ്രൻ. അഅജബനി എന്നെ അത്ഭുതപ്പെടുത്തി, ലർബു സൈദിൻ സൈദിൻ്റെ അടി എന്നെ അത്ഭുതപ്പെടുത്തി. സൈദ് ആരെ അടിച്ച അടി? അമ്രൻ അമ്രിനെ അടിച്ച അടി എന്നെ അത്ഭുതപ്പെടുത്തി. ഇവിടെ അഅജബനി എന്ന ഇതിൻ്റെ തർക്കീബ് ഒന്ന് പറയാം ആരെങ്കിലും? അഅജബനി ലർബു സൈദിൻ അമ്രൻ, ഈ ഒരു ജുംലയുടെ തർക്കീബ് ഒന്ന് പറയാമോ? ഓക്കെ. പിന്നെ ഒരു നൂനുണ്ട്, യാ ഉണ്ട്. നൂൻ എന്താണ്? അഴജബ കഴിഞ്ഞിട്ട് നൂനുണ്ടല്ലോ. അല്ല, നൂന് വിക്കായത്തിൻ്റെ നൂന് എന്നാ പറയട്ടോ. അഴജബനി എന്നെ അത്ഭുതപ്പെടുത്തി. എന്നെ എന്നർത്ഥം വരുന്ന ലമീർ യാ ആണ്, മുത്തകല്ലിമിൻ്റെ യാ ആണ്. അതിവിടെ മഫ്ഊലാണ്. എന്നെ അത്ഭുതപ്പെടുത്തി. എന്നെ അത്ഭുതപ്പെടുത്തിയത് ആരാണ്? എന്താ അത്ഭുതപ്പെടുത്തിയത്? എന്താണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്? അത്ഭുതപ്പെടുത്തിയതിൻ്റെ ഫായിൽ ആരാ? അത്ഭുതപ്പെടുത്തിയത് എന്താണ്? ഹലോ, ലർബു സൈദിൻ സൈദിൻ്റെ അടി ആണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. അപ്പോൾ ലർബു എന്നുള്ളതാണ് ഫായിൽ. അഴജബ എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടുത്തിയതാണല്ലോ. ആരാ അത്ഭുതപ്പെടുത്തിയത്? അല്ലെങ്കിൽ എന്താ അത്ഭുതപ്പെടുത്തിയത്? ലർബാണ് അത്ഭുതപ്പെടുത്തിയത്. ആരെ? എന്നെ. അപ്പോൾ അഴജബ എന്നുള്ളത് മാലിയ ഫീല്, അതിൻ്റെ ഫായിൽ ലർബു എന്നുള്ളതാണ്. അതിന് മഫ്ഊല് മുത്തകല്ലിമിൻ്റെ യാ, അഴജബനി എന്ന് പറയുമ്പോൾ അവസാനത്തെ ആ യാ ഉണ്ടല്ലോ, ആ യാ ആണ് ഇവിടുത്തെ മഫ്ഊല്. ഈ അഴജബ എന്നതിൻ്റെയും യാ എന്ന മഫ്ഊലിൻ്റെയും ഇടയിൽ വന്ന ഒരു നൂനുണ്ട്. ഈ നൂനിനാണ് നമ്മൾ വിക്കായത്തിൻ്റെ നൂന് എന്ന് പറയാം കേട്ടോ. വിക്കായത്തിൻ്റെ നൂന്. നൂന് വിക്കായത്തിൻ്റെ നൂനാണ്. വിക്കായത്ത് എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കുക എന്നൊക്കെയാണ് വാക്കിൻ്റെ നേരെ അർത്ഥം. ഇവിടെ നമ്മളെ യാ അവസാനം വരുമ്പോൾ
യാ വന്നു കഴിഞ്ഞാൽ യാൻ്റെ പ്രത്യേകത അതിന് തൊട്ട് മുമ്പുള്ള അക്ഷരമൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, കസറൊക്കെ വരേണ്ടി വരും. ഇപ്പോൾ റഅയ്തു ഉമ്മി എന്നാണ്. ശരിക്കും ഉമ്മ മഫ്ഊലാണല്ലോ. റഅയ്തു ഞാൻ കണ്ടു, ഉമ്മി എൻ്റെ ഉമ്മാനെ ഞാൻ കണ്ടു എന്ന് പറയുമ്പോൾ ഉമ്മ ശരിക്കും മഫ്ഊലാണ്. പക്ഷേ ആ ഉമ്മ എന്നതിനെ മുത്തക്കലിമിൽ ആയിലേക്ക് ഇലാഫത്ത് ചെയ്തപ്പോൾ എൻ്റെ മുമ്പ് കസർ കൊടുക്കൽ നിർബന്ധമായി. അങ്ങനെ ഉമ്മീന്ന് പറയാം. ശരിക്കും മഫ്ഊലായ ഉമ്മ എന്നതിന് അതിൻ്റെ ഹറക്കത്തിന് കസറുള്ളത്, മുഖദ്ദറായ ഫത്തഹത്ത് കൊണ്ടാണ് നസ്ബുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ യാ വന്നാൽ തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് അതിന് യോജിച്ച ഹറക്കത്ത് കൊടുക്കണം. എന്നാൽ ഇവിടെ തൊട്ട് മുമ്പുള്ളത് അഅജബ എന്ന ഫിഅലാണ്. ഫീലിൽ ഒരിക്കലും ജറ് ഉണ്ടാവുകയില്ലല്ലോ. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു അൽ ജറു ഖാസും ബിൽ ഇസ്മി ലാ യദ്ഖുലുൽ ഫീല. ജറ് ഇസ്മിനോട് പ്രത്യേകമായതാണ്, അതൊരിക്കലും ഫീലിൽ പ്രവേശിക്കുകയില്ല എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. എന്നതുപോലെ തന്നെയാണ് കസർ. ഈ കസറും ജറ് പോലെ തന്നെയാണല്ലോ. അതുകൊണ്ട് ജറ് ഫീലിൽ പ്രവേശിക്കൂല എന്നതുപോലെ തന്നെ കസറിനെ തൊട്ടും ഫീലിനെ സംരക്ഷിക്കുക എന്നതിന് വേണ്ടിയിട്ടാണ് ഒരു നൂന് ഇവിടെ കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് ഇതിനെ വിഖായത്തിൻ്റെ നൂന് എന്ന് പറയാം. ആ നൂനില്ല എങ്കിൽ എങ്ങനെ പറയണം? അഴജബി എന്ന് പറയേണ്ടി വരും. അഴജബി. അപ്പോൾ അഴജബ എന്ന ആ ഫീലിന് അതിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് കസർ കൊടുക്കേണ്ടി വരും. കസർ എന്ന് പറഞ്ഞാൽ ഒരു ജറുമായി ബന്ധപ്പെട്ട ഒരു ഹർക്കത്താണല്ലോ കസർ. അപ്പോൾ അതിനൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി കൊടുക്കുന്ന ഒരു നൂന്, ഒരു ഹർഫാണ് ഈ നൂന്. അതാണ് വിഖായത്തിൻ്റെ നൂന് എന്ന് പറയാം. മുത്തക്കല്ലിമിന്റെ യാന്റെ കൂടെ ഈ നൂന് വരുള്ളൂ. മുത്തക്കല്ലിമിൻ്റെ യാൻ്റെ കൂടെയാണ് ഇത് വരിക. കാരണം അങ്ങനെ വരുമ്പോഴാണല്ലോ അവിടെ ഇതിൻ്റെ ആവശ്യമുള്ളത്. ഇതിപ്പോൾ ഫീലിൻ്റെ കൂടെ മാത്രമല്ല വരാം, ഇസ്മ ഫീലുകളുടെ കൂടെ ഒക്കെ ഇങ്ങനെ വരാറുണ്ട്. ഖദ്നി, ഖത്നി എന്നൊക്കെ വരാറുണ്ട്. ഓക്കെ, ഏതായാലും മുത്തക്കല്ലിമിൻ്റെ യാൻ്റെ മുമ്പായിട്ടാണ് വരാം. ഓക്കെ, അപ്പോൾ അഴജബ മാലിയ ഫീലാണ്. പിന്നെ യാ മഫ്ഊലാണ്, ലർബു ഫായിലാണ് അല്ലേ. ഫായിലിന് ഇറാബ് റഫ് ആണല്ലോ. ഇവിടെ ലർബ് എന്നതിന് റഫ് ലമ്മത്തൂണുണ്ട്. ഇനി സെയ്ദിൻ എന്നതിൻ്റെ ഇറാബ് എന്താണ്? സെയ്ദിൻ എന്നതിൻ്റെ ഇറാബ് അതിൻ്റെ തെർക്കീബ് എന്താ? തെർക്കീബ് മുലാഫിലെയാണ്. ലർബ് എന്ന മസ്ദറിനെ അതിൻ്റെ ഫായിലിലേക്ക് ഇലാഫത്ത് ചെയ്തു. ശരിക്കും അടിച്ച ആൾ സെയ്ദാണല്ലോ. സെയ്ദ് അടിച്ചു, ആരെയാണ്? അമ്രിനെ അടിച്ചു. അപ്പോൾ ലർബ് എന്ന മസ്ദറിൻ്റെ ഫായിലാണ് സെയ്ദ്. ഓക്കെ, ആ ഫായിലിലേക്ക് ഇലാഫത്ത് ചെയ്തു. അങ്ങനെ മുലാഫിലേയാണ് സെയ്ദ്. പിന്നെ അമ്രൻ എന്നുള്ളത്, അമ്രൻ എന്നതിന് തെർക്കീബ് എന്തിൻ്റെ മഫൂലാണ്? അല്ല, ലർബിൻ്റെ മഫൂൽ കേട്ടോ. ലർബിൻ്റെ മഫൂൽ, ലർബ് എന്ന മസ്തറിൻ്റെ മഫൂല്. അഴജബൻ്റെ മഫൂല് മുത്തക്കല്ലിമിൻ്റെ യാ ആണ്. അഴജബനി, എന്നെ അത്ഭുതപ്പെടുത്തി എന്നാണല്ലോ. ആ യാ അതാണ് അഴജബൻ്റെ മഫൂല്. എന്നെ അത്ഭുതപ്പെടുത്തി. ആര്? ലർബ് അത്ഭുതപ്പെടുത്തി. ആരുടെ ലർബ്? സെയ്ദിൻ്റെ അടി. സെയ്ദ് ആരെയെ അടിച്ചാടി? അമ്രിനെ അടിച്ചാടി. അപ്പോൾ അമ്ര എന്നുള്ളത് ലർബ് എന്ന ആ മസ്തറിൻ്റെ മഫൂലാണ്. ഓക്കെ, ഓക്കെ ആണെങ്കിൽ ഓക്കെ പറഞ്ഞാൽ സന്തോഷം. ഇല്ലെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ പിന്നെ വീണ്ടും വിശദീകരിക്കണം എന്നുണ്ടെങ്കിൽ പറയാൻ കേട്ടോ. അപ്പോൾ ലർബു സെയ്ദിൻ, സെയ്ദിൻ എന്നത് മുദാഫിലേയാണ്. അമ്രൻ എന്നുള്ളത് സെയ്ദ് എന്ന ലർബിൻ്റെ മഫൂലാണ്. ഏതോടെ മഫൂലിന് നെസ്ബാണ് വേണ്ടത്. മഫൂൽ നെസ്ബാണ്. ഇവിടെ നെസ്ബ് ഫത്തഹത്ത് കൊണ്ട്. അപ്പോൾ ലർബു എന്നിടത്ത് ഫായിലാണ്. ഫായിലിന് റഫു വേണം. റഫു ലമ്മത്ത് കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. സെയ്ദിൻ മുദാഫിലേയാണ്. അതിന് ജറാണ് വേണ്ടത്. ഇവിടെ കസ്റത്ത് കൊണ്ടാണ് ജറ്. അതുപോലെ അമ്രൻ അത് മഫൂലാണ്, ലർബിൻ്റെ മഫൂലാണ് കേട്ടോ. ഏതാവട്ടെ, അതിന് നസ്ബാണ് വേണ്ടത്. ഇവിടെ ഫത്തഹത്ത് കൊണ്ട് നസ്ബ്. ഇനി ലാ തഹ്സൻ, അത് വേറൊരു ഉദാഹരണമാണ്. ജസ്മിന് വേണ്ടിയിട്ടുള്ള ഒരു ഉദാഹരണം കൊടുത്താണ് ലാ തഹ്സൻ. ഇസ്മുകളുടെ കൂട്ടത്തിൽ ഒരിക്കലും ജസ്മ് ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് ഒരു ഉദാഹരണം മാറ്റി ഫീലായിട്ട് കൊണ്ടുവന്നത്. ഫീലിൽ മാത്രമേ ജസ്മ് ഉണ്ടാവുള്ളൂ. ഓക്കെ, ലാ തഹ്സൻ നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. ലാ തഹ്സൻ എന്ന നോവലൊക്കെ ഉണ്ടല്ലോ. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന, നീ ദുഃഖിക്കരുത് എന്നാണ് ലാ തഹ്സൻ. അത് നഹിയാണ് ആ ഫീല്. നഹീൻ്റെ ലായാണ് ലാ എന്നുള്ളത്. ഓക്കെ, ഈ നഹീൻ്റെ ലാ എന്നുള്ളത് മുദാരി ആ ഫീലിന് ജസ്മ് ചെയ്യുന്ന അക്ഷരമാണ്, ജസ്മ് ചെയ്യുന്ന ഹർഫാണ്. ഇവിടെ ജസ്മ് സുക്കൂന് കൊണ്ടാണ് ലാ തഹ്സൻ.
അപ്പോൾ നാലിനും ഉദാഹരണങ്ങളായി ലർബു, സെയ്ദിൻ, അമ്രൻ, ലാ തഹസൻ. ഇവിടൊക്കെ ലമ്മത്ത് കൊണ്ട് റഫ്, കസ്റത്ത് കൊണ്ട് ജറ്, ഫതഹത്ത് കൊണ്ട് നസ്ബ്, സുക്കൂൻ കൊണ്ട് ജസ്മ്. ഇങ്ങനെ നാലിനും ഉദാഹരണമായി. ഏതാവട്ടെ ഹാദിഹി ഹിയൽ അലാമാത്തുൽ ഉസൂൽ. ഈ പറയപ്പെട്ട അലാമത്തുകൾക്കാണ് അസ്ലിയായ അലാമത്തുകൾ എന്ന് പറയാം. അസ്ലിയായ അലാമത്തുകൾ 4 ഇറാബുകൾക്കും ഉള്ള അസ്ലിയായ അലാമത്തുകൾ ഈ പറയപ്പെട്ട ലമ്മത്ത്, കസ്റത്ത്, ഫതഹത്തൊക്കെയാണ്. ഇനി വഖദ് യനൂബു അൻ ഹാദിഹിൽ അലാമാത്തിൽ ഉസൂലി ഗൈറുഹാ. ഇനിയാണ് ലിസ്റ്റുള്ളത്. ഈ പറയപ്പെട്ട അസ്ലിയായ അലാമത്തുകൾക്ക് പകരമായി മറ്റ് പല അലാമത്തുകളും പകരം വരാറുണ്ട്. വഖദ് യനൂബു ചിലപ്പോൾ പകരമായിട്ട് വരാറുണ്ട്. വഖദ് യനൂബിന് ചിലപ്പോൾ പകരമായിട്ട് വരാറുണ്ട് എന്നർത്ഥം വെച്ചു. എങ്ങനെയാണ് ഇപ്പോൾ ചിലപ്പോൾ എന്നർത്ഥം വന്നത്? എങ്ങനെയാണ് ചിലപ്പോൾ എന്നർത്ഥം എവിടുന്ന് കിട്ടി? നാബ യനൂബു എന്ന് പറഞ്ഞാൽ പകരമായിട്ട് വരാമെന്നുള്ളതാണ്. ഇവിടെ കത് വന്നപ്പോഴാണ് ചിലപ്പോൾ എന്നർത്ഥം കിട്ടിയത്. കത് എന്നതിൻ്റെ പ്രത്യേകത അത് ഇവിടെ പറയേണ്ട വിഷയമല്ലെങ്കിലും ഒന്ന് സൂചിപ്പിക്കേണ്ടതെന്ന് തോന്നിയപ്പോൾ സൂചിപ്പിച്ചു. കത് എന്നുള്ളത് മുദാരിയായ ഫീലിൻ്റെ മുമ്പ് വരുമ്പോൾ അതിന് തഖ്ലീലിൻ്റെ അർത്ഥം ഉണ്ടാവാം, ചിലപ്പോൾ എന്നർത്ഥം. അതേസമയം മാലി ആയ ഫീലിൻ്റെ മുമ്പ് കത് വരാറുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിന് ഒരു തഅ്കീദിൻ്റെ അർത്ഥം ഉണ്ടാവാം, തീർച്ചപ്പെടുത്തി പറയാം, എംഫസൈസ് ചെയ്ത് പറയാൻ വേണ്ടി. അപ്പോൾ ഖദ് ജാ സെയ്ദുൻ, സെയ്ദ് തീർച്ചയായിട്ടും വന്നു. ഇങ്ങനെ ഉറപ്പിച്ച് പറയാനാണ് മാലിയായ ഫീലിന് മുമ്പ് ഖദ് ഉപയോഗിക്കുക. മുദാരിന് മുമ്പ് ചിലപ്പോൾ എന്നുള്ള അർത്ഥം കിട്ടാൻ തഖ്ലീലിന് വേണ്ടിയിട്ടാണ് ഖദ് ഉപയോഗിക്കുക. ഓക്കെ, ഖദിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് പറയാനുണ്ട്. ഏതായാലും വഖദ് യനൂബു ചിലപ്പോൾ പകരമായിട്ട് വരും അൻ ഹാദിഹിൽ അലാമാത്തിൽ ഉസൂലി. ഈ അസ്ലിയായ അലാമത്തുകളെ തൊട്ട് പകരമായിട്ട് വരും ഗൈറുഹാ. ഈ അലാമത്തുകളല്ലാത്ത മറ്റുള്ള അലാമത്തുകൾ പകരമായിട്ട് വരും. വയുസമ്മ, അങ്ങനെ മറ്റ് അലാമത്തുകൾ വരുമ്പോൾ ആ ഇറാബിന് പറയപ്പെടും അൽ ഇറാബൽ ഫർഇയ്യ, ഫർഇയ്യായ ഇറാബ് എന്നാണ് പറയാം. അപ്പോൾ ഈ പറയപ്പെട്ട 4 ഇറാബുകൾ അസ്ലിയായ ഇറാബുകളാണ്. ഇനി അതിന് തൊട്ട് പകരമായി മറ്റ് അലാമത്തുകൾ വരുമ്പോൾ ആ ഇറാബിന് പറയുന്ന പേര് ഫർഇയ്യായ ഇറാബ് എന്നാണ്. 7 ബാബുകളിലാണ് ഫർഇയ്യായ ഇറാബ് ഉണ്ടാവുക. അതിൽപ്പെട്ട ഒന്നാമത്താണ് അൽ അസ്മാ ഉസിത്ത, അതല്ലെങ്കിൽ അൽ അസ്മാ ഉൽ ഖംസ എന്നും ഒക്കെ പറയാറുണ്ട്. അസ്മാ സിത്ത എന്ന് പറയുമ്പോൾ 6 ഇസ്മുകളാണ്. അസ്മാ ഉൽ ഖംസ 5 ഇസ്മുകളാണ്. ഈ 6 ഇസ്മുകളിലെ ഹന് എന്ന ഇസ്മിനെ ചിലപ്പോൾ അതിനൊഴിവാക്കിയിട്ട് 5 ഇസ്മുകൾ എന്ന് പറയാറുണ്ട്. കാരണം ഹന് എന്നുള്ളത് സാധാരണ ഇസ്മുകളെ പോലെ ഉപയോഗിക്കലാണ് അതിൽ കൂടുതലും കാണപ്പെടാറ്. അതുകൊണ്ട് അതിന് ചിലപ്പോൾ ഇതിന് ഒഴിവാക്കാറുണ്ട്. ഇനി അതിൻ്റെ ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സിത്ത എന്നും അങ്ങനെയും പറയാറുണ്ട്. അപ്പോൾ അസ്മാഉ സിത്ത എന്ന് പറഞ്ഞാലും അസ്മാഉൽ ഖംസ എന്ന് പറഞ്ഞാലും സാധനം ഒന്ന് തന്നെയാണ് കേട്ടോ. രണ്ടാമത്തെ കാറ്റഗറി അൽ മുസന്ന, മുസന്നയാണ് ദ്വിപദങ്ങൾ അല്ലേ, ദ്വിവചനങ്ങൾ. മൂന്നാമത്തത് അൽ ജംഉൽ മുദക്കർ സാലിം, ജംഉ മുദക്കർ സാലിമാണ്. നാലാമത്തത് ജംഉൽ മുഅന്നസ് സാലിം, അലിഫ് താവ് കൊണ്ടൊക്കെ ജംആക്കുന്ന ജംഉ മുഅന്നസ് സാലിമാണ്. അഞ്ചാമത്തത് ഗൈറുൽ മുൻസരിഫാണ്. ആറാമത്തത് അൽ അഫ്ആലുൽ ഖംസ അല്ലെങ്കിൽ അൽ അംസിലത്തുൽ ഖംസ എന്നൊക്കെ പറയപ്പെടുന്ന ആ 5 രൂപങ്ങളാണ്. ഏഴാമത്തത് അൽ ഫിഅലുൽ മുഅത്തല്ലുൽ ആഖിർ, അവസാനത്തെ അക്ഷരം ഇല്ലത്തിൻ്റെ അക്ഷരമായി വന്ന ഫിഅല്. ഇങ്ങനെ 7 ബാബുകളിലാണ് നമ്മുടെ ഫർഇയ്യായ ഇറാബുകൾ ഉണ്ടാവുക. നമുക്ക് ഓരോന്നും വിശദമായി പറയാം. ഒന്നാമത്തേത് അസ്മാഉ സിത്ത എന്നുള്ളതാണ്. ഫൽ അസ്മാഉ സിത്തത്തു, ആദ്യത്തെ കാറ്റഗറി അസ്മാഉ സിത്ത. ഏതൊക്കെയാണ് അസ്മാഉ സിത്ത? വഹിയ അബൂക്ക, അഹൂക്ക, ഹമൂക്ക, ഹമൂക്കി, ഫൂക്ക, ഹനൂക്ക, ദു ഇൽമിൻ. ഇവിടെ അബ് എന്നുള്ളത്, അതുപോലെ അഹ് എന്നുള്ളത്, ഹമ് എന്നുള്ളത്, അതുപോലെ തന്നെ ഫു എന്നുള്ളത്, ഹന് എന്നുള്ളത്, ദു എന്നുള്ളത്. ഇങ്ങനെ 6 ഇസ്മുകളാണ് അസ്മാഉ സിത്ത എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതിന് അസ്മാഉൽ ഖംസ എന്ന പേരിൽ അറിയപ്പെടുന്നത് നമ്മൾ പറഞ്ഞു. ഈ ഹന് എന്നതിനെ ചിലപ്പോൾ ഒഴിവാക്കിക്കൊണ്ടാണ് അസ്മാഉൽ ഖംസ എന്നും അറിയപ്പെടുന്നത്. ഏതാവട്ടെ ഇവക്കുള്ള ഇറാബ് എങ്ങനെയാണ്? യുർഫഅന ബിൽ വാവി
വയുൻസബ്ന ബിൽ അലിഫി വയുജ്റർന ബിൽ യാഇ. അപ്പോൾ ഇവിടുത്തെ റഫ് ലമ്മത്ത് കൊണ്ടല്ല, നെസ്ബ് ഫതഹത്ത് കൊണ്ടല്ല, അതുപോലെ തന്നെ ജറ് കസറത്ത് കൊണ്ടുമല്ല. എല്ലാത്തിനും പകരമായിട്ട് മറ്റ് അലാമത്തുകളുണ്ട്. ഏതൊക്കെയാണ് അലാമത്ത്? യുർഫഅന, ഈ ഇസ്മുകൾക്ക് റഫ് ചെയ്യപ്പെടും ബിൽ വാവി, വാവ് കൊണ്ടാണ് റഫ് ചെയ്യപ്പെടുക. അതുപോലെ വയുൻസബ്ന ബിൽ അലിഫി, അലിഫ് കൊണ്ടാണ് നെസ്ബ് ചെയ്യപ്പെടുക. വയുജ്റർന ബിൽ യാഇ, യാ കൊണ്ടാണ് ജറ് ചെയ്യപ്പെടുക. ഉദാഹരണം നോക്കൂ. ഹാദാ അബൂക്ക, ഇത് നിന്റെ വാപ്പയാകുന്നു. ഇവിടെ ഹാദാ മുബ്തദ ആണ്, അബൂക്ക നിന്റെ വാപ്പയാകുന്നു. അബു ഖബറാണ്, ഖബറിന് റഫ് ആണ് വേണ്ടത്. ഇവിടെ ഈ അബു എന്ന പദത്തിന് വാവ് കൊണ്ടാണ് റഫ് ലഭിച്ചിട്ടുള്ളത്. എന്നപോലെ റഅയ്തു അബാക്ക, റഅയ്തു ഞാൻ കണ്ടു, അബാക്ക നിന്റെ ഉപ്പാനെ. പറയൂ. എന്തെങ്കിലും പറഞ്ഞോ? റഅയ്തു അബാക്ക, നിന്റെ ഉപ്പാനെ ഞാൻ കണ്ടു. അവിടെ റഅയ്തു എന്നുള്ളിടത്ത് ഞാൻ കണ്ടു, ഫീലും ഫായിലും അവിടെ തന്നെയായി. ആരെ കണ്ടു? അബാക്ക നിന്റെ ഉപ്പയെ ഞാൻ കണ്ടു. അബാ എന്നുള്ളത് അവിടെ മഫ്ഊലാണ്, മഫ്ഊൽ നെസ്ബാണ് വേണ്ടത്. നെസ്ബ് അവിടെ അലിഫ് കൊണ്ടാണ് അവിടെ നെസ്ബുള്ളത്. മറ്റൊരു ഉദാഹരണം നോക്കുമ്പോൾ നളർത്തു ഇലാ അബീക്ക, ഞാൻ നിന്റെ ഉപ്പയിലേക്ക് നോക്കി. നളർത്തു ഞാൻ നോക്കി, അവിടെ ഫീലും ഫായിലൊക്കെ വന്നു. ഇലാ അബീക്ക നിന്റെ ഉപ്പയിലേക്ക്, അവിടെ അബ് എന്നതിൻ്റെ മുമ്പ് ഇല എന്ന ജറിൻ്റെ ഹർഫ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് അബ് എന്നുള്ളതിന് ജറ് വേണം. ഓക്കെ, ഇവിടെ ജറുണ്ട്. പക്ഷേ ജറ് എന്തുകൊണ്ടാണ്? കസ്റത്ത് കൊണ്ടല്ല, മറിച്ച് യാ കൊണ്ടാണ് ജറ്. അപ്പോൾ ഇതാണ് അസ്മാഉ സിത്തയുടെ ഉദാഹരണം. ഇതിൽ അമ്മൽ ഹനു, ഹന് എന്ന പദം നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, സാധാരണ ഒഴിവാക്കാറുണ്ടെന്ന്. ഈ ഹന് എന്ന പദത്തിനെ ഫനഖ്സുഹു അഹ്സനു മിനൽ ഇറാബി ബിൽ ഹുറൂഫ്, നഖ്സുഹു അതിനെ നഖ്സ് ചെയ്യലാകുന്നത്. നഖ്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണത്തെ പോലെ ഹർക്കത്തുകൾ കൊണ്ട് ഇറാബ് കൊടുക്കുക. അസ്ലിയായ ഇറാബ് ഉണ്ടല്ലോ, ലമ്മത്ത് കൊണ്ട് റഫ്, കസ്റത്ത് കൊണ്ട് ജറ്, ഫതഹത്ത് കൊണ്ട് നസ്ബ്, ഇങ്ങനെ ഇറാബ് കൊടുക്കുന്നതിനാണ് നഖ്സ് എന്ന് പറയാം. ഈ ഹന് എന്ന പദത്തെ നഖ്സ് ചെയ്യലാണ് അഹ്സനു, അതാണ് ഏറ്റവും നല്ലത്. മിനൽ ഇറാബി ബിൽ ഹുറൂഫ്, ഹർഫ് കൊണ്ടുള്ള ഇറാബിനേക്കാൾ വാവ് കൊണ്ട്, അലിഫ് കൊണ്ട്, യാവ് കൊണ്ടൊക്കെ റഫ് നസ്ബ് ജറൊക്കെ ചെയ്യുന്ന ആ ഹർഫുകൾ കൊണ്ടുള്ള ഇറാബിനേക്കാൾ ഏറ്റവും നല്ലത് ഹന് എന്ന പദത്തിൽ കേട്ടോ. അതിൽ എന്താണ്? സാധാരണത്തെ പോലെ ഇറാബ് കൊടുക്കലാണ്. ലമ്മത്ത് കൊണ്ട് റഫ്, ഇങ്ങനെ ഇറാബ് കൊടുക്കലാണ്. അതുകൊണ്ടാണ് അതിനെ അസ്മാഉ സിത്തയുടെ കാറ്റഗറിയിൽ നിന്ന് അതിനെ ഒഴിവാക്കാറുണ്ട്. എന്നിട്ട് എന്ത് പറയും? അസ്മാഉൽ ഖംസ എന്ന് പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ഹന എന്ന പദത്തിൽ ഏറ്റവും നല്ലത് എങ്ങനെയാണ്? തഖൂലു ഹാദ ഹനുഹു വമാ റഅ ഹനഹു ലം യൻദുർ ഇലാ ഹനിഹി. ഇങ്ങനെ റഫിൻ്റെ അവസരത്തിലൊക്കെ ഹനു എന്ന് ലമ്മത്തുകൊണ്ട് റഫ് കൊടുക്കാം. മാ റഅ ഹനഹു, ഹന് ഫതഹത്തുകൊണ്ട് നസ്ബ് കൊടുക്കാം. ലം യൻദുർ ഇലാ ഹനിഹി, ഹന് കസ്റത്തുകൊണ്ട് ചെറു കൊടുക്കാം. ഇങ്ങനെ ഹർക്കത്തുകളെ കൊണ്ടുള്ള അസ്ലിയായ ഇറാബ് കൊടുക്കലാണ് ഹന് എന്ന പദത്തിൽ ഏറ്റവും നല്ലത്. ഓക്കെ, ഹന് എന്ന് പറഞ്ഞാൽ നമ്മൾ വ്യക്തമായി പറയാൻ മടിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയുന്ന ഒരു കിനായത്താണ് ഹന് എന്നുള്ളത്. വ്യക്തമായിട്ട് നമ്മൾ പറയാൻ മടിക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ, ഇപ്പോൾ ഔറത്തിൻ്റെ ഭാഗങ്ങൾ സൂചിപ്പിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ പറയാൻ മടിയുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കിനായത്തിൻ്റെ പദമാണ് ഹന് എന്നുള്ളത്. ഇനി ഹുന ഷർത്താനി ലി ഇഅ്റാബിൽ അസ്മാഇ അസിത്തത്തി ബിൽ ഹുറൂഫ്. ഇവിടെ രണ്ട് നിബന്ധനകളുണ്ട് അസ്മാഉ സിത്തക്ക് ഹർഫുകളെ കൊണ്ട് ഇറാബ് ലഭിക്കാൻ. രണ്ട് നിബന്ധനകളുണ്ട്. 1 മിനിറ്റ്. ഹലോ, അപ്പോൾ രണ്ട് നിബന്ധനകളാണ് ഇവിടെ അസ്മാഉ സിത്തക്ക് ഇറാബ് ലഭിക്കാനായിട്ടുള്ളത്. ഒന്നാമത്തെ നിബന്ധന എന്താണ്? അൻ തകൂന മുളാഫത്തൻ ഇലാ ഗൈരി യാഇൽ മുത്തകല്ലിം,
മുത്തക്കല്ലിമിൻ്റെ യാ അല്ലാത്തതിലേക്ക് ഇലാഫത്ത് ചെയ്യപ്പെട്ടതാവണം. നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അവിടെയൊക്കെ അബൂക്ക, അബാക്ക, അബീക്ക, അവിടെയൊക്കെ കാ എന്ന ഒരു ലമീറിലേക്ക് ഇലാഫത്ത് ചെയ്തുകൊണ്ടാണ് അബ് എന്നതിന് ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഏതാവട്ടെ ഇങ്ങനെ ഒരു മറ്റൊന്നിലേക്ക് ഇലാഫത്ത് ചെയ്തുകൊണ്ട് വരണം, മുലാഫായിട്ട് വരണം ഈ പദം. ഓക്കെ, ആ ഇലാഫത്ത് ചെയ്യുമ്പോൾ തന്നെ എവിടേക്ക് ആവണം? ഇല ഗൈരി യാ ഇൽ മുത്തക്കല്ലിം, മുത്തക്കല്ലിമിൻ്റെ യാ അല്ലാത്തതിലേക്ക് ഇലാഫത്ത് ചെയ്യണം. മുത്തക്കല്ലിമിൻ്റെ യാ അല്ലാത്തതിലേക്ക്, മുത്തക്കല്ലിമിൻ്റെ യായിലേക്ക് ഇലാഫത്ത് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഈ പറയപ്പെട്ട ഇറാബൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ തീരെ ഇലാഫത്ത് ചെയ്യാത്ത പദമാണെങ്കിലും അപ്പോഴും ഉണ്ടാവില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ക പോലെയുള്ള അല്ലെങ്കിൽ ഹു പോലെയുള്ള മുത്തക്കല്ലിമിൻ്റെ ലമീർ അല്ലാത്ത ഒന്നിലേക്ക്. ഇപ്പോൾ ലായ ഇസ്മിലേക്ക് ഇലാഫത്ത് ചെയ്യാം. ഹാദ അബൂ സൈദിൻ, അല്ലെങ്കിൽ റഅയ്തു അബാ സൈദിൻ, മറർത്തു ബി അബി സൈദിൻ, ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യാം? മറ്റൊന്നിലേക്ക് ഇലാഫത്ത് ചെയ്യണം. ഓക്കെ, അപ്പം ഇനി ഒരു ചോദ്യം, മുത്തക്കല്ലിമിൻ്റെ ആയിലേക്ക് ഇലാഫത്ത് ചെയ്താൽ ഇപ്പം എന്താ പ്രശ്നം? ചെയ്താൽ ഫൈദ ഉദീഫ, ഈ പറയപ്പെട്ട പദങ്ങളെ ഇലാഫത്ത് ചെയ്യപ്പെട്ടാൽ ഇലാ യാ ഇൽ മുത്തക്കല്ലിം, മുത്തക്കല്ലിമിൻ്റെ യായിലേക്ക് ഇലാഫത്ത് ചെയ്യപ്പെട്ടാൽ യുഅറബു ബിൽ ഹറക്കാത്തിൽ മുഖദ്ദറത്തി ഫിൽ ബാഇ, അവിടെ മുഖദ്ദറായ ഹർക്കത്തുകൾ കൊണ്ടാണ് ഇറാബ് ഉണ്ടാവുക. ഇപ്പോൾ ബാ എന്നുള്ള അബ് എന്ന പദമാകുമ്പോൾ ആ ബാ അവിടെ മുഖദ്ദറായ ഹർക്കത്ത് കൊണ്ടായിരിക്കും ഇറാബ് ഉണ്ടാവുക. ഉദാഹരണം നോക്കൂ, തഖൂലു ഹാദ അബി, റഅയ്തു അബി, നളർത്തു ഇല അബി. ഹാദ അബി എന്നുള്ള റഫിൻ്റെ അവസരമാണ്, അബി എന്നുള്ള ഖബറാണല്ലോ. റഅയ്തു അബി എന്ന് പറയുമ്പോൾ അബ് മഫ്ഊലാണ്, റഅയ്ത്തുവിൻ്റെ മഫ്ഊലാണ്, നസ്ബിൻ്റെ അവസരമാണ്. നളർത്തു ഇല അബി എന്ന് പറയുമ്പോൾ അബ് എന്നുള്ളത് മജ്റൂറാണ്, ഇല മുമ്പ് വന്നതുകൊണ്ട്. എല്ലാ അവസരത്തിലും ഒരേപോലെയാണ് പറഞ്ഞത്. അബി എന്നതിനൊരു മാറ്റമില്ല. കാരണം അവിടെ നിബന്ധന ഒത്തിട്ടില്ല. നമ്മൾ പറഞ്ഞു മുലാഫ് ആവണം എന്തിലേക്ക്? മുത്തക്കല്ലിമിൻ്റെ യാ അല്ലാത്തതിലേക്ക് ഇലാഫത്ത് വേണം. ഇവിടെ മുത്തക്കല്ലിമിൻ്റെ യായിലേക്കാണ് ഇലാഫത്ത് ചെയ്തത്. അപ്പോൾ ഇറാബ് എങ്ങനെയാണ് ഉണ്ടാവുക? അവിടെ ആ ബാഇൻ്റെ മേൽ മുഖദ്ദറായ ഹർക്കത്ത് കൊണ്ട് ഇറാബ് എന്ന് പറയും. അതായത് അബു എന്നത് ഖബറാണ്, അത് റഫ് എവിടെയാണ്? ആ ബാഇൻ്റെ മേൽ മുഖദ്ദറായ ലമ്മത്ത് കൊണ്ട് റഫ് എന്ന് പറയും. റഅയ്തു അബി എന്നുള്ളിടത്ത് അബ് മഫ്ഊലാണ്, അതിൻ്റെ ഇറാബ് ആ ബാഇൻ്റെ മേൽ മുഖദ്ദറായ ഫതഹത്ത് കൊണ്ട് നസ്ബ് എന്ന് പറയും. അതുപോലെ നളർത്തു ഇല അബി എന്ന് പറയുമ്പോൾ ആ ബാഇനും അങ്ങനെ തന്നെയാണ്. ഇവിടെ ആ ബാഇൻ്റെ മേൽ മുഖദ്ദറായ കസ്റത്ത് കൊണ്ട് ജറ്. അവിടെപ്പോൾ മുത്തക്കല്ലിമിൻ്റെ യാ ശേഷം വന്നതുകൊണ്ട് അതിനോട് യോജിച്ച ഹറക്കത്ത് കൊണ്ട് ബാ ഷുഗലായതുകൊണ്ട് അതിൻ്റെ അസ്ലിയായ ഇറാബിൻ്റെ ഹറക്കത്ത് ഇവിടെ കാണാൻ കഴിയുകയില്ല. അവിടെ മുഖദ്ദറിലാണെന്ന് അർത്ഥം. അപ്പോൾ ഇതാണ് ഒരു നിബന്ധന, അതായത് മുത്തക്കല്ലിമിൻ്റെ യാ അല്ലാത്ത ഒന്നിലേക്ക് ഇലാഫത്ത് ചെയ്യപ്പെട്ട് വരണം എന്നതാണ് ഒന്നാമത്തെ നിബന്ധന. രണ്ടാമത്തെ നിബന്ധന അൻ തകൂന മുഫ്രദത്തൻ, അത് മുഫ്രദായിരിക്കണം. മുഫ്രദായിരിക്കണം എന്ന് പറഞ്ഞാൽ തസ്നിയയോ ജംഉ ആവാൻ പാടില്ല. അബ് എന്നുള്ളതിൻ്റെ തസ്നിയാണ് അബവാനി, ജംഉ ആബാ, ഇങ്ങനെയുള്ള പദങ്ങളൊന്നും ഈ ഇറാബ് ഉണ്ടാവില്ല. മുഫ്രദായ അബ് എന്ന പദം ഉണ്ടല്ലോ, അതിനാണ് ഈ പറയപ്പെട്ട വാവ് കൊണ്ട് റഫ്, അലിഫ് കൊണ്ട് നസ്ബ്, യാവ് കൊണ്ട് ജറൊക്കെ ഉള്ളത്. അല്ലാതെ അതിൻ്റെ തസ്നിയക്കോ അതിൻ്റെ ജംഇനോ ഒന്നും ഈ ഇറാബ് ബാധകമല്ല. അപ്പോൾ അന്തക്കുന മുഫ്രദത്തിന്, അത് മുഫ്രദായിരിക്കണം, അതായത് തസ്നിയോ ജംഉ ആകാൻ പാടില്ല. മാത്രമല്ല ഗൈറ മുസഗ്ഗറത്തിൻ, മുസഗ്ഗർ അല്ലാത്തതാവണം. മുസഗ്ഗർ എന്ന് പറഞ്ഞാൽ തസ്ഗീർ ചെയ്യപ്പെട്ടതുണ്ട്. നമ്മൾ തുടക്കത്തിലെ ക്ലാസ്സിലൊക്കെ പറഞ്ഞിരുന്നു, ഷജർ എന്നതിന് തസ്ഗീറാണ് ഷുജൈർ, ഷുജൈറത്ത്, ഷജർ മരം, ഷുജൈറത്ത് ചെറിയ മരം, അനസ്, അനസ് അതിൻ്റെ തസ്ഗീറാണ് ഉനൈസ്, അതായത് ചെറിയ അനസ് എന്നതിനർത്ഥം. ഇങ്ങനെ തസ്ഗീർ ചെയ്യപ്പെട്ട പദങ്ങളാകാൻ പാടില്ല. അതായത് ഇപ്പോൾ അഹ് എന്നതിനെ തസ്ഗീർ ചെയ്താൽ എൻ്റെ കുഞ്ഞു സഹോദരൻ എന്നർത്ഥം കിട്ടാൻ വേണ്ടി ഉഹയ്യ് എന്നാണ് പറയുക. ഉഹയ്യ്, ഈ ഉഹയ്യ് എന്ന മുസഗ്ഗറായ പദത്തിന്, തസ്ഗീർ ചെയ്യപ്പെട്ട പദത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞ വാവ് കൊണ്ട് റഫ്, യാവ് കൊണ്ട് നസ്ബ്, യാവ് കൊണ്ട് ജറ്, അലിഫ് കൊണ്ട് നസ്ബ് എന്ന ഹർഫ് കൊണ്ടുള്ള ഇറാബ് ഉണ്ടാവുകയില്ല. അപ്പോൾ രണ്ടാമത്തെ നിബന്ധന എന്താണ്? അത് തസ്നിയോ ജംഒ മുസഗ്ഗറോ ഒന്നും ആകാൻ പാടില്ല. അബു എന്നുള്ളത് അതങ്ങനെ തന്നെ ആവണം, അഹ് അതങ്ങനെ തന്നെ ആവണം. അല്ലാതെ അത് തസ്നിയോ ജംഒ
തസ്ഗീറോ ഒന്നും ആക്കാൻ പാടില്ല എന്നതാണ് രണ്ടാമത്തെ നിബന്ധന. അപ്പോൾ ഫൈദാ കാനത്ത് തസ്നിയ ആയാലോ, അപ്പോൾ അഖവാനി എന്നുള്ളത് തസ്നിയാണല്ലോ, അഹ് എന്നതിൻ്റെ തസ്നിയാണ് അഖവാനി. അല്ലെങ്കിൽ ഔ ജം അല്ലെങ്കിൽ ജം ആയാൽ ഇതുപോലെ ഇഖ്വാന് പോലെ, ഇഖ്വാൻ എന്നുള്ളത് അഹ് എന്നതിൻ്റെ ജം ആണ് ഇഖ്വാന്. ഇങ്ങനെ തസ്നിയയോ ജംഒ ആയാൽ, ഔ മുസഗ്ഗറത്തൻ അല്ലെങ്കിൽ മുസഗ്ഗറായാൽ തസ്ഗീർ ചെയ്യപ്പെട്ടതായാൽ, ക ഉഖയ്യുൻ ഉഖയ്യ് പോലെ തസ്ഗീർ ചെയ്യപ്പെട്ടതായാൽ കുഞ്ഞു സഹോദരൻ എന്നാണ് അർത്ഥം. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ലാ യുറബു ബിൽ ഹുറൂഫി സലാസി, നേരത്തെ പറയപ്പെട്ട 3 ഹർഫുകളെ കൊണ്ടുള്ള ഇറാബ് ഇതിനുണ്ടാവുകയില്ല. ഓക്കെ, ഈ അഹ് എന്നതിൻ്റെ തസ്ഗീറാണ് ഉഖയ്യ്. അതെങ്ങനെ വരിക? അഹ് എന്നത് 2 അക്ഷരം ഉള്ളത് അല്ലേ, ശരിക്ക് 2 അക്ഷരമുള്ള ഒരു ഇസ്മ് ഉണ്ടാവുകയില്ല. ഇസ്മുകൾക്ക് 3 അക്ഷരങ്ങൾ ഉണ്ടാവും. 2 അക്ഷരമുള്ള ഇസ്മ് കാണുന്നുണ്ടെങ്കിൽ അവിടെ ഒരു അക്ഷരം കളയപ്പെട്ടതായിരിക്കും. യദുൻ എന്ന് പറഞ്ഞാൽ 2 അക്ഷരമാണ് അല്ലേ, പക്ഷേ യദ് എന്നതിൻ്റെ തസ്നിയ എന്താണ്? 2 കൈ എന്ന് പറയുമ്പോൾ യദാനി എന്നൊക്കെ പറയും. ഏതായാലും അവിടെ അസ്ൽ എന്താണ്? യദവ് എന്നാണ് അസ്ൽ കേട്ടോ, അസ്ൽ യദവ് എന്നാണ്. എന്നപോലെ അഹ് എന്നതിൻ്റെ അസ്ൽ അഹവ് എന്നാണ്. 2 അക്ഷരമായി കാണപ്പെടുന്ന ഏത് ഇസ്മുകൾ ഉണ്ടെങ്കിലും അതിൻ്റെ ഒരക്ഷരം അവിടെ കളയപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലാക്കണം. അതിനെ ജം ആക്കുമ്പോഴോ അല്ലെങ്കിൽ തസ്ഗീർ ആക്കുമ്പോഴൊക്കെയാണ് തിരിച്ചു വരാം. ഏതാവട്ടെ ഇവിടെ അഹ് എന്നതിൻ്റെ അസ്ൽ അഹവ് എന്നാണ്, അതിന് തസ്ഗീർ ആക്കുമ്പോൾ ഉഖൈവ് എന്നാണ് വരിക. ഫുഐൽ വസനിക്കാണ് തസ്ഗീർ ആക്കാറ്. ഫുഐൽ വസന് 3 അക്ഷരമുള്ള ഇസ്മുകളെ ഫുഐൽ വസനിക്കാണ് തസ്ഗീർ ആക്കുക. അതായത് 2 അക്ഷരം കഴിഞ്ഞ് 3ാമതൊരു യാ കൂട്ടി കൊടുക്കും, എന്നിട്ട് ഫുഐൽ വസനിക്ക് ആക്കി മാറ്റും. അപ്പോൾ ഉഖൈവ് എന്നാണ് വരിക. ഈ ഉഖൈവ് എന്നുള്ളത് ഉഖയ്യ് എന്നാകുന്നത് എങ്ങനെയാണ്? അതിൻ്റെ ഒരു സർഫ് നിയമം ഒന്ന് പറയാൻ പറ്റുമോ? ഉഖൈവ് എന്നത് ഉഖയ്യ് എന്നായിട്ട് എങ്ങനെയാണ് മാറുക? ഫീലുകളൊക്കെ സൊറഫാക്കുന്ന ഭാഗത്ത് ഇൽമു സൊറഫിൽ കുറേ നിയമങ്ങളൊക്കെ പഠിക്കാറുണ്ടല്ലോ. ഇന്നലെ ഇപ്പോൾ നമ്മൾ ഖവല എന്നുള്ളത് വാവ് മുതഹരിക്ക് മാഖബല മഫ്തൂഹൊക്കെ ആയപ്പോൾ വാവിനെ മറിച്ച് അലിഫാക്കി, അങ്ങനെയാണ് ഖവല എന്നുള്ളത് ഖാല എന്നായി മാറിയത് എന്നൊക്കെ പറഞ്ഞു. എന്നതുപോലെ ഉഖൈവ് എങ്ങനെയാണ് ഉഖയ്യ് എന്നായത് ഒന്ന് പറയാൻ പറ്റുമോ? ഓക്കെ, ഈ നിയമം എന്താണെന്ന് വെച്ചാൽ യാ വാവ് ഈ 2 അക്ഷരങ്ങൾ അടുത്തടുത്ത് വരികയും 1ാമത്തെ അക്ഷരത്തിന് സുക്കൂനാവുകയും ചെയ്താൽ അതിലെ വാവിനെ മറിച്ച് യാ ആക്കണം എന്നാണ് നിയമം. ഇവിടെ ഇപ്പോൾ ഉഖൈവ് എന്ന് പറയുമ്പോൾ യാവും വാവും അടുത്തടുത്ത് വന്നിട്ടുണ്ട്. ഇതിൽ 1ാമത്തെ അക്ഷരത്തിന് സുക്കൂനാണ്, യാന് സുക്കൂനാണ്. ഇങ്ങനെ വന്നാൽ അതിലെ വാവിനെ മറിച്ച് യാ ആക്കണം. ഇതിപ്പോൾ വാവ് ഇടാൻ അവസാനമുള്ള അല്ലേ, അതിനെ മറിച്ച് യാ ആക്കണം. അപ്പോൾ എന്തായി മാറി? ഉഖയ്യുൻ എന്നായി മാറി. പിന്നെ 2 യാ അടുത്തടുത്ത് വന്നപ്പോൾ ഇനി ഇദ്ഗാം ചെയ്തു, അങ്ങനെയാണത് ഉഖയ്യുൻ എന്നാവുന്നത്. ഓക്കെ, അപ്പോൾ ഈ രൂപത്തിൽ തസ്ഗീർ ചെയ്യപ്പെട്ടതോ തസ്നീ ആക്കപ്പെട്ടതോ ജം ആക്കപ്പെട്ടതോ ആവാൻ പാടില്ല. അതുപോലെ തന്നെ അതിന് മുത്തക്കല്ലിമിൻ്റെ യാ അല്ലാത്ത മറ്റേതെങ്കിലും ഒരു ഇസ്മിലേക്കോ ദമീറിലേക്കോ ഒക്കെ ഇലാഫത്ത് ചെയ്യപ്പെടണം. എങ്കിലേ അതിന് നമ്മൾ ഈ പറയപ്പെട്ട ഫർഇയായ ഇറാബ് ലഭിക്കുകയുള്ളൂ. അതായത് വാവ് കൊണ്ട് റഫ്, അലിഫ് കൊണ്ട് നസ്ബ്, യാ കൊണ്ട് ജർ എന്ന ഇറാബ് ലഭിക്കുകയുള്ളൂ. ഇനി നമുക്ക് അസ്മാഉൽ ഖംസയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അസ്മാഉ സിത്തയുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ ചോദിക്കാം. അൽ അസ്മാഉൽ ഖംസത്തു തുജറു ബിൽ ഡാഷ്. വേഗം ഉത്തരം ചെയ്യേണ്ട, കുറച്ച് കൂടുതൽ ചോദ്യങ്ങൾ നമുക്ക് പറയാം. അൽ അസ്മാഉൽ ഖംസത്തു ഓക്കെ തുജറു ബിൽ യാഇ ശരിയാണ്. രണ്ടാമത്തെ ചോദ്യം ഇഗ്സിൽ ഡാഷ് ഫിസ് സബാഹ്. ഇഗ്സിൽ നീ കഴുകുക, നിൻ്റെ വായ കഴുകണം, ഫിസ് സബാഹ് പ്രഭാതത്തിൽ നീ വായ കഴുകണം എന്നാണ് പറയണത്. അവിടെ ഓക്കെ ഇഗ്സിൽ എന്നതിൻ്റെ മഫ്ഊലായിട്ടാണ് വരുന്നത്. മഫ്ഊലിന് നെസ്ബാണ് ഉണ്ടാവുക അല്ലേ, നെസ്ബ്. ഇവിടെ ഫ എന്നതിന് അലിഫ് കൊണ്ടാണ് നെസ്ബ്, അസ്മാഉ സിത്തയിൽപ്പെട്ടാണ്. അപ്പോൾ ഇഗ്സിൽ ഫാക്ക ഫിസ് സബാഹ്. ഓക്കെ, ഇനി രണ്ടാമത്തെ യാ ഉഖ്ത ഹാറൂന മാ കാന അബൂക്കി ഇംറഅ സൗഇൻ. യാ ഉഖ്ത ഹാറൂന, ഓ
ഹാറൂനിൻ്റെ സഹോദരി. മാ കാന അബൂക്കി, നിൻ്റെ ഉപ്പ ആയിട്ടില്ലട്ടോ. ഇമ്രഅ സൗഇൻ, ഒരു ചീത്ത വ്യക്തിയായിട്ടില്ല, തിന്മ ചെയ്യുന്നവനായിട്ടില്ല. നിൻ്റെ വാപ്പ നല്ല ആളാണ്, എന്നിട്ടും നീ എന്തേ ഇങ്ങനെ എന്നാണ് ചോദ്യം. യാ ഉഖ്ത ഹാറൂന മാ കാന അബൂക്കി ഇമ്ര. ഇവിടെ ഇറാബു അബൂ ഫി ഹാദിഹിൽ ആയ, ഈ ആയത്തിൽ അബൂ എന്നതിൻ്റെ ഇറാബ്. പറയൂ, ഇറാബ് പറയൂ. ഏതെങ്കിലും ഓപ്ഷനൊക്കെ സെലക്ട് ചെയ്ത് സഹകരിക്കുക. ഒന്നാമത്തെ ഓപ്ഷൻ മൻസൂബും ബിൽ വാവി ലിഅന്നഹു ഖബറു കാന, കാനയുടെ ഖബറാണ്, അതുകൊണ്ട് വാവ് കൊണ്ട് നസ്ബ്. മർഫൂഉം ബിൽ വാവി ലിഅന്നഹു ഇസ്മു കാന, കാനയുടെ ഇസ്മാണ്, അതുകൊണ്ട് വാവ് കൊണ്ട് റഫ്. മൻസൂബും ബിൽ വാവി ലിഅന്നഹു മഫ്ഊലുൻ ബിഹി, മഫ്ഊലുൻ ബിഹി ആണ് എന്നതുകൊണ്ട് വാവ് കൊണ്ട് നസ്ബ്. മർഫൂഉം ബിൽ വാവ് ലിഅന്നഹു മുബ്തദഉൻ മുഅഖ്ഖറുൻ. ഇതിലേതായാലും വാവ് കൊണ്ട് നസ്ബ് എന്നുള്ളത് ഒരിക്കലും ഇല്ലാത്ത സംഭവമാണ്. അതുകൊണ്ട് ഒന്നാമത്തെയും മൂന്നാമത്തെയൊക്കെ ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം, ഒഴിവാക്കാം. പിന്നെയും സാധ്യത മർഫൂഉം ബിൽ വാവ് എന്നുള്ളതാണ്, രണ്ടാമത്തെയും നാലാമത്തെയും. അതിലിപ്പോൾ നാലാമത് എന്താ പറഞ്ഞത്, ലിഅന്നഹു മുബ്തദ മുഅഖ്ഖറാണെന്ന് പറഞ്ഞത്. ഒന്നും ശരിയല്ല. ഇവിടെ കാന വന്നു കഴിഞ്ഞപ്പോൾ കാനൻ്റെ ഇസ്മാണല്ലോ വേണ്ടേ. മാ കാന അബൂക്ക ഇമ്രഅ സൗഇൻ, മാ കാന ആയിട്ടില്ല, അബൂക്ക നിൻ്റെ ഉപ്പ ആയിട്ടില്ല, ആരായിട്ടില്ല, ഇമ്രഅ സൗഇൻ ചീത്ത വ്യക്തിയായിട്ടില്ല. അവിടെ ഇമ്രഅ എന്നുള്ളതാണ് കാനൻ്റെ ഖബർ, അബൂക്ക എന്നുള്ളത് കാനൻ്റെ ഇസ്മാണ്. അപ്പോൾ കാനൻ്റെ ഇസ്മിന് റഫ് ആണ് ഉണ്ടാവുക. ഇവിടെ അസ്മാഉ സിത്ത ആയതുകൊണ്ട് വാവ് കൊണ്ടാണ് റഫ്. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ ആണ് ശരിയായ ഉത്തരം. ഇനി അടുത്ത ചോദ്യം, വളഅതു ത്വഅമ, ഞാൻ ഭക്ഷണം വെച്ചു, ഫി ഡാഷ്, അവൻ്റെ വായിൽ ഞാൻ ഭക്ഷണം വെച്ചു, അവൻ്റെ വായിൽ ഞാൻ ഭക്ഷണം വെച്ചു. ഇവിടെ ഫി എന്നതിൻ്റെ മജ്റൂർ, അതെ, വളഅതു ത്വഅമ ഫി ഫീഹി എന്നാണ് പറയാം. ഓക്കെ, വളഅതു ത്വഅമ ഫി ഫീഹി, കാരണം ഫി എന്ന അക്ഷരം ഉണ്ടാകുമ്പോൾ ശേഷമുള്ള ഫി എന്നതിന് ജറുവാണല്ലോ. ഓക്കെ, ജറ് ആവുകൊണ്ടാണ് ഫി ഫീഹി എന്നാണ് പറയുന്നത്. ഇനി അടുത്ത് ഇഖ്തരി സ്വഹീഹ്, സ്വഹീഹായി തിരഞ്ഞെടുക്കണം. ഇഹ്തറംന അബീക, അഖ്ബല അലൈന അഖൂക, കാന സയ്യിദുൻ ദൂ ഇൽമിൻ, ഇന്ന ഫീക ലഅളീമുൻ. ഹലോ, ഇവിടെ സ്വഹീഹായത് അഖ്ബല അലൈന അഖൂക എന്നുള്ള ഓപ്ഷൻ മാത്രമാണ് കേട്ടോ. ഇവിടെ ഇഹ്തറംന അബീക്ക എന്ന് പറയാൻ പാടില്ല, ഇഹ്തറംന അബാക്ക, അതിന് ഫത്തഹ് കൊണ്ടാണ്, അലിഫ് കൊണ്ടാണ് നസ്ബ് വേണ്ടത്. അബു ഇവിടുത്തെ മഫ്ഊലാണല്ലോ, ഞങ്ങൾ ആദരിച്ചു അബാക്ക നിൻ്റെ ഉപ്പനെ, അലിഫ് കൊണ്ടാണ് നസ്ബ് വേണ്ടത്. പിന്നെ കാന സയ്യിദുൻ ദൂ ഇൽമിൻ എന്നല്ല പറയേണ്ടത്, കാന സയ്യിദുൻ ദാ ഇൽമിൻ എന്നാണ്, കാരണം കാനൻ്റെ ഖബറാണ് ദാ ഇൽമിൻ. ഇന്ന ഫീക്ക, ഇന്ന വന്നാൽ പിന്നെ നസ്ബാണ് വേണ്ടത്, നസ്ബ് അലിഫ് കൊണ്ടാണല്ലോ. അപ്പോൾ ഇന്ന ഫാക്ക, നിൻ്റെ തൊള്ള, ലഅളീമുൻ വലുതാണ്, നിൻ്റെ വായ വലുതാണ്. അപ്പോൾ അവിടെയൊക്കെ തെറ്റൊന്നും വന്നിട്ടുണ്ട്. അതേ സമയത്ത് അഖ്ബല അലൈന അഖൂക, നിൻ്റെ സഹോദരൻ നമ്മുടെ അടുത്തേക്ക് വന്നു, അവിടെ അക്ബറിൻ്റെ ഫായിലാണ് അഖൂക. അപ്പോൾ അത് മാത്രമാണ് അവിടെ ശരിയായിട്ട് വന്നിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ബാക്കി ചോദ്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം കേട്ടോ. ചെറിയ തിരക്കുകളുണ്ട്. ഓക്കെ, വേറെ സംശയങ്ങളൊക്കെ നോക്കി വെച്ചോളി. ഇതിൻ്റെ ബാക്കി നമുക്ക് നാളെ ചർച്ച ചെയ്യാം കേട്ടോ. ഓക്കെ, ശുക്രൻ ലി ഹുസ്നി ഇസ്തിമാഇക്കും.